ഹായ് കൂട്ടുകാരെ, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ചുറ്റുപാടും സാധാരണയായി കാണപ്പെടുന്ന നാട്ടുതത്തയെക്കുറിച്ച് നമുക്ക് ഈ ഡോക്യുമെൻ്ററിയിൽ കൂടി മനസ്സിലാക്കിയാലോ? കുറുകിയ കാലുകൾ, മെലിഞ്ഞ ശരീരം, അറ്റം കോർത്തുരുണ്ട് ചുവന്ന നിറത്തിലുള്ള ചുണ്ടുകൾ, പച്ച തൂവലുകൾ എന്നീ സവിശേഷതകളുള്ള തത്തമ്മയെ കാണാൻ എന്ത് രസമാണ്! തത്തമ്മയുടെ കാലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാലിൽ 4 വിരലുകളാണുള്ളത്. ഇവ മിക്കപ്പോഴും കൂട്ടത്തോടെയാണ് സഞ്ചരിക്കുന്നത്. 32 ഇനത്തോളം തത്തകൾ ഉണ്ടെങ്കിലും നമ്മുടെ കേരളത്തിൽ 5 ഇനത്തിൽപ്പെട്ട തത്തകളാണുള്ളത്. ഇവയിൽ ഏറ്റവും പ്രധാനമായി കാണപ്പെടുന്നത് നാട്ടുതത്തയാണ്. പഞ്ചവർണ്ണക്കിളി, വാലൻ തത്ത എന്നീ പേരുകളിൽ ഇവ അറിയപ്പെടുന്നു. ഇനി നമുക്ക് ആൺതത്തയെയും പെൺതത്തയെയും പരിചയപ്പെട്ടാലോ? ഇതാണ് ആൺതത്ത. കഴുത്തിനു ചുറ്റും കറുത്ത നിറത്തിൽ ഒരു മാല പോലെ കാണപ്പെടുന്ന വളയമാണ് ആൺപക്ഷിയുടെ പ്രത്യേകത. പെൺപക്ഷിക്കാണെങ്കിൽ ഈ വളയം ഉണ്ടാകില്ല. തത്തകൾ മുട്ടയിടുന്നത് വേനൽക്കാലത്താണ്. ഡിസംബർ മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിലാണ് ഇവ കൂടുകൂട്ടുന്നത്. മരപ്പൊത്തുകളിലാണ് ഇവയുടെ കൂടുകൾ. അനുകരണ ശേഷിയുള്ള പക്ഷികളാണ് തത്തകൾ. നമ്മൾ ഇവയെ നന്നായി പരിശീലിപ്പിച്ചാൽ ഇവ മനുഷ്യരെ പോലെ നന്നായി സംസാരിക്കും. തത്തമ്മ സംസാരിക്കാൻ കേൾക്കാൻ എന്ത് രസമാണ്! തത്തകളുടെ സംരക്ഷണത്തിനായി നാം ലോക തത്ത ദിനം ആചരിക്കുന്നുണ്ട്. അതെന്നാണെന്നറിയാമോ? മെയ് 31 ലോക തത്ത ദിനമായി നാം ആചരിക്കുന്നത്.